മെയ്ഡ് ആയിട്ടുള്ള ഹെർബൽ കാജൽ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അത് കൺവെൻഷനിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ കുറച്ച് ചെടികളൊക്കെ പറിക്കാനായിട്ടുണ്ട്. നമ്മുടെ നല്ല ആയുർവേദിക്കായിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു കന്നിക്കൂർക്ക ആണ് പൊട്ടിക്കുന്നത്. പിന്നെ ഓരോ ചെടികൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് തുളസി ഉണ്ടല്ലോ, അത് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തുളസി തന്നെ കുറേ സ്ഥലത്ത് പിന്നെ ഇതിലൊക്കെ പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ടെടുക്കുക. ഞാൻ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, ചെടിയിലുണ്ടാവും. പിന്നെ ഇത് ഞാൻ എന്താ പറയുക, എന്തൊരു ചെടി ഉണ്ട് അത് കഴിച്ച് പൊട്ടിച്ചു, പക്ഷെ അതായിരുന്നില്ല. എന്താണ് മുക്കുറ്റി കഴിച്ചിട്ടു, പക്ഷെ അതായിരുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ അതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുക്കുറ്റിയെല്ലാം തപ്പി പിടിച്ചിട്ട് പൊട്ടിക്കുന്നുണ്ട്. അവിടെ കാടിനുള്ളിലൊക്കെ പോയി ഞാൻ പൊട്ടിക്കുന്നുണ്ട്. എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ തുമ്പയാണെന്ന് കരുതി ഞാൻ അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. നോക്കുമ്പോൾ ഇത് തുമ്പായിരുന്നില്ല. അങ്ങനെയാണ് ആ ഒരു തുമ്പ അവിടെ ഇട്ടു. പിന്നെ ഈ ഒരു ചെടി വേണമായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് കണ്ടാൽ നമുക്കറിയില്ലല്ലോ, ചെടിയുടെ പേരൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ കണ്ടിട്ട് ഫോട്ടോ കണ്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഈ ഇലയെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ ഫസ്റ്റും കഴുകാൻ നോക്കിയപ്പോൾ വെള്ളം ഇല ഫുള്ളായി പോകണം. അതായത് ചെടിയൊക്കെ എന്നിട്ട് തെറിച്ച് പോകണം. അപ്പോൾ ഞാനങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി ഞാൻ അടുക്കള നന്നായിട്ട് തന്നെ കഴുകുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാനൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ ആ ക്ലോത്ത് നിന്ന് നല്ല പോലെ തിരുമ്പി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നല്ല ക്ലീനാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ പൊട്ടിച്ചുള്ള ചെടികളെല്ലാം ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കതിൽ ഒന്ന് നല്ല എല്ലാം മാത്രമായിട്ടൊന്ന് ഉരിഞ്ഞെടുക്കാം. എന്നിട്ട് അങ്ങനെ മിക്സിയിലെ വെള്ളം, തിരി വെള്ളം പോലും തുള്ളി വെള്ളം പോലും ചേർക്കാതെ നല്ലപോലെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പീനെടുക്കണം. ഒന്ന് കൈ വെച്ചിട്ട് പീനെടുക്കാം കേട്ടോ. അങ്ങനെ ചണ്ടികളെല്ലാം പീനിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാം കേട്ടോ, ഒരു സൈഡിലായിട്ട്. അത് നമുക്ക് യൂസ് ചെയ്യണ്ട, നമ്മൾ അതിൻ്റെ ഒരു നീരാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ നീരെല്ലാം ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നീര് പിഴിയുമ്പോൾ ആ ഒരു ഇതും കൂടെ വീഴുമ്പോൾ ഞാൻ അത് എടുക്കുകയാണ് അതിന്. അങ്ങനെ പിന്നെ എല്ലാം നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു തുള്ളി പോലെ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ മിക്സിയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെറ്റാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാം, ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ. അപ്പം അത് തീരെ വെള്ളം പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ലീഫ് കഴുകിയെടുത്താലും അപ്പോൾ അതുപോലെ നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അരക്കുമ്പോൾ ആ വെള്ളം പാടുള്ളൂ. അത് അരക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം, അല്ലാതെ വെള്ളം പാടില്ല. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതിലെല്ലാം നമുക്കൊന്ന് നന്നായി പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ ലിക്വിഡ് നീരൊക്കെ ഉണ്ടല്ലോ, നീരൊക്കെ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതെടുത്തിട്ട് വീണ്ടും അരിപ്പയിലൊക്കെ വെച്ച് നിന്നിട്ട് തന്നെ അരിക്കുന്നുണ്ട്. എന്നിട്ടും കുറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ, കാരണം അല്ലെങ്കിൽ അത് വേസ്റ്റാണ്. പിന്നെ അത് എന്താ പറയുക, നമുക്ക് ചിലപ്പം 2 ലെയറൊക്കെ എടുക്കണം. ഞാൻ വിചാരിച്ചത് ഒറ്റ ലെയറിൽ തന്നെ ഒരു പ്രാവശ്യം തന്നെ ആക്കിയപ്പോൾ തന്നെ ഫുള്ള് വെള്ളം തീർന്നത്. എന്നിട്ട് പിന്നെ ആ ഒരു ക്ലോത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഡ്രൈ ചെയ്യാൻ ഇടണമല്ലോ, അങ്ങനെ അതിൽ കൊണ്ടുപോയിട്ടപ്പോഴാണ് പിന്നെ അതിന് വേണ്ടി അത് ഇങ്ങനെ ഒഴിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കൊണ്ടുപോയിട്ട് അതിൽ നന്നായിട്ട് തന്നെ ഉണങ്ങാൻ വേണ്ടി ഇടണം. അങ്ങനെ നമുക്കിപ്പോൾ ഇത് കൊണ്ട് ഹെൽമെറ്റിട്ടുണ്ട്. അത് കണ്ടതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റി വരികയാണ്. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ആക്കിയിട്ടുണ്ട്. അത് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഇതേപോലെ നമ്മുടെ ആ ഒരു കുറേ നേരം കഴിഞ്ഞ ശേഷം അടുത്തുള്ള ഡ്രൈ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാണുന്ന ഈ കളറൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടോ, അതാണ് അങ്ങനത്തെ കളർ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഇതുപോലെ ചുരുട്ടി എടുക്കുക. നമുക്ക് ഒന്ന് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ അതെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബസ് ഇത്ര പോലെ കിട്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത്ര പോലെ ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കത്തിച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു കൂടി വരും. അപ്പോൾ ഇതൊന്നും നമുക്കൊന്നിങ്ങനെ എന്താ പറയുക, സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഫുള്ളി ഇങ്ങനെ നമുക്ക് ചുരണ്ടി എടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം നന്നായി ക്ലീനാക്കി വെക്കണം കേട്ടോ.
കുറച്ച് കിട്ടുള്ളൂ. ഇതുപോലെ നല്ലൊരു പാത്രം ക്ലീൻ ആക്കിയിട്ട് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വെക്കണം. ഇത് കുറേ പ്രാവശ്യം സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കളർ ഉണ്ടോ, ഇതുപോലെയുള്ള ഒരു കാർബണിൻ്റെ കളർ. അങ്ങനെ നമുക്ക് ഇതേപോലെ ഉണ്ടോ, ഇതുപോലെ വരും. അങ്ങനെ നമുക്കിത് ഇത് ഒരു കുറച്ച് എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയായിരുന്നു ഫസ്റ്റ് ടിപ്പിൽ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിക്കൊക്കെ കഴുകിയിട്ട് യൂസ് ആക്കാം. അപ്പോൾ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് വലിച്ചെടുത്തുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എണ്ണ കുറച്ച് കൂട്ടായിരുന്നു. കുറച്ച് എണ്ണ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്, അധികം കൂടാൻ പാടില്ല. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കുന്നത്. അതേപോലെ കയ്യിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറുണ്ട്. അടിപൊളിയായിട്ട് വരുന്ന കണ്ടീഷൻ അതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്ലാക്ക് കളർ, നല്ലൊരു സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനിയും അതിൽ കുറേ കിട്ടോ കത്തിക്കഴിഞ്ഞാൽ കത്തിച്ചെടുക്കാം. കുറച്ച് വാട്ടപ്രൂഫാണ് കേട്ടോ. കണ്ടോ, നമ്മൾ വെള്ളം നാക്കുമ്പോൾ അത് പോകുന്നില്ല. പക്ഷെ നമ്മൾ പരക്കൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് നമ്മുടെ കണ്ണിലിട്ട് കൊടുക്കാറുണ്ട്. എനിക്കൊരു സമാധാനം തന്നെ ഇല്ല. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ട് കണ്ണിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ട്രിപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ഓഫാക്കിയതിന് ശേഷം തൊട്ട് നോക്കിയതായിരുന്നു. നല്ല ചൂണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് കൊല്ലിണ്ടായിരുന്നു. പിന്നെ അടിയിലെല്ലാം ഇങ്ങനെ ഓയിലിങ്ങനെ ഒലിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എണ്ണ ഉണ്ടല്ലോ ഒലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒന്ന് കരി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കുറേ ഫുള്ള് ബ്ലാക്ക് എന്നിട്ട് രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വെച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വേറെ സ്പൂണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പൂണിൻ്റെ കോലാണ് ഈ കണ്ടത്. ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ എണ്ണ എല്ലാം അവിടേക്ക് ഒലിച്ച് പോയിട്ടൊന്നും ഉണ്ടായിരുന്നു കറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതെല്ലാം നമ്മൾ എടുത്ത് വെക്കണ്ടോ. അതുപോലെ നല്ല ഫൈനായിട്ടുള്ളൊരു പൗഡർ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് അധികം ഇങ്ങനെ ഇതാക്കി എടുക്കുക, എന്താ പറയുക, ചുരണ്ടെടുക്കുക. ഓക്കെ, അങ്ങനെ അതെല്ലാം ഫുള്ളി ഒന്ന് ചുരണ്ടെടുക്കുന്നുണ്ട്. അപ്പം എടുത്തെടുത്ത് നമുക്കൊരു ഈ ഒരു ബൗളിലോട്ട് ഇട്ട് വെക്കാം. കാരണം പിന്നെ അത് പോകണ്ടെന്ന് എഴുതിയിട്ടാണ്. പിന്നെ ഫാനൊന്നും ഈ ടൈം ഇടാൻ പാടില്ല, കാരണം അത് ഇതൊക്കെ പോവും, പറഞ്ഞു. അങ്ങനെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ഇതിൽ കിട്ടിയതിന് ശേഷം പിന്നെ ഇനി ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കാരണം നല്ലപോലെ കൂടിയിട്ടുണ്ട് എണ്ണ. കുറവാണെന്നെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ കുറച്ച് ഭാഗം വെള്ളം പോലെയും കുറച്ച് ഭാഗം ഡ്രൈ എടുത്തിട്ടും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഒരു പാത്രങ്ങളുണ്ട് അതുപോലെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ഇത് മെയിലാക്കിയിട്ടുണ്ട്. അത് വിളിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മെയിലാണ്.